ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ പാവറട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് നഷീറ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കാണാനാണ്. 44 വയസ്സാണ് നഷീറക്കായത്. നല്ല ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. നഷീറാൻ്റെ കല്യാണം വൈകിയതാണ്. ഉപ്പയും ഉമ്മയുള്ള സമയത്തൊക്കെ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ലേന്. ഉപ്പാനും ഉമ്മാനെ വിട്ടു പോകാന്നുള്ള വിഷമം കൊണ്ട് അങ്ങനെ നിന്ന് പിന്നെ അങ്ങനെ ലേറ്റായി പോയതാണ്. അപ്പോൾ വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ആൾ നല്ല സ്മാർട്ടാണ്. കല്യാണം ഇങ്ങനെ വൈകിയതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, തൃശ്ശൂർ ജില്ലയിൽ പാവറട്ടി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതാണ് കേട്ടോ നഷീറ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ നഷീറാക്ക് ഇപ്പം 44 വയസ്സാണ് ആയതില്ലേ? അതെ. നിങ്ങൾ എത്ര മക്കളാ? 5 മക്കൾ. എത്ര പെൺകുട്ടികളാ? 3 പെണ്ണും 2 ആണും. 3 പെണ്ണും 2 ആണും. ബഷീർ എത്ര വരെ പഠിച്ചത്? 10 വരെ അല്ലേ? പിന്നെ ഇപ്പോൾ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും ടൈലറിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അല്ലേ? അതെ. അപ്പോൾ ഉമ്മ ഇപ്പം അടുത്താണല്ലേ ഉപ്പ മരണപ്പെട്ടത്? അതെ. അപ്പോൾ നമുക്ക് ദൂരമൊക്കെ പ്രശ്നമുണ്ടോ? കല്യാണാലോചനകൾ അധിക ദൂരം വേണ്ട അല്ലേ? വേണ്ട. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ജില്ലകൾ പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല, എറണാകുളം ജില്ല, ഈ ജില്ലകളൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരണം. അപ്പോൾ നഷീറ അധികം അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തൊരു പ്രകൃതമാണ് അല്ലേ? വീട്ടിൽ തന്നെയാണ്. പിന്നെ തൊട്ടടുത്തൊക്കെ പോകാന്നല്ലാണ്ട് അങ്ങനെ ഓവർ ആക്റ്റീവ് അങ്ങനത്തെ ഒരു നമ്മളതായ കാര്യങ്ങളായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണ് അല്ലേ? ഫുഡൊക്കെ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ്? അതെ. അപ്പോൾ ചില കാരണങ്ങളുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ വെക്കുമ്പോൾ പിന്നെ പെട്ടെന്നാണ് ഈ വയസ്സ് പോവുക. പിന്നെ ഓരോരുത്തരെ ഇപ്പോൾ ഇവരെ എത്ര പേരാണ് നിങ്ങൾ? മൊത്തം ഞങ്ങൾ 5 മക്കൾ. 5 മക്കൾ. എത്ര ആൺകുട്ടികളാ? 2 ആൺകുട്ടി 3 പെൺകുട്ടികൾ അല്ലേ? നഷീറ ഏറ്റവും ഇളയതാണോ? അല്ലേ, രണ്ടാമത്താണ്. അതെ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി കല്യാണം ഇപ്പോൾ വേണ്ടാന്ന് പറയും, ബാക്കിയുള്ളവരെ കല്യാണം കഴിയും. അങ്ങനെ കൊല്ലങ്ങൾ പോകാൻ പണിയില്ലല്ലോ. അങ്ങനെ ലേറ്റ് ആയതാണ്. നമുക്ക് ഡിവോഴ്സ് ആയതും ഭാര്യ മരിച്ചതൊക്കെ നമുക്ക് സ്വീകരിച്ചൂടെ? അതെ. അപ്പോൾ ഭാര്യ മരിച്ച ഡിവോഴ്സ് ആയത്. മക്കളുള്ള ആലോചന നമുക്ക് പറ്റുമോ? മക്കളുള്ള ആലോചനയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? അതെ. നമ്മൾ മനസ്സിലാക്കുന്ന ഇനിയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പിയുള്ള ജീവിതമായിരിക്കണം. ഒരു കുടുംബജീവിതം, ആദ്യ വിവാഹമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരരുത്. അപ്പോൾ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്തണം. ഈ പറഞ്ഞ ജില്ലയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഇവർക്ക് ഈ ആലോചന വരാണ്ടല്ല, ഇതിൻ്റെ മുമ്പ് വേറെ പ്ലാറ്റ്ഫോം വഴിയൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ആലോചന വരുന്നുണ്ട്. പക്ഷെ അതൊരുപാട് ദൂരത്ത്, കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ അത്ര കണ്ട് ദൂരത്ത് ഇവർക്ക് താല്പര്യമില്ല. നമ്മൾ പറഞ്ഞ ഏരിയകളുണ്ടല്ലോ, ഇവരിപ്പോൾ തൃശ്ശൂർ ജില്ലയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എറണാകുളം അടുത്താണ്, പാലക്കാട്, മലപ്പുറം, ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ഏരിയകളുണ്ടല്ലോ, അവിടെ ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 55 വയസ്സ് വരെ അല്ലേ? നഷീറക്ക് എങ്ങനെയുള്ള ഒരു വരനെയാണ് വേണ്ടത്? മനസ്സിലുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്ത് കളറായാലും കുഴപ്പമില്ല, മനസ്സിലാക്കുന്ന ആളായാൽ മതി, നോക്കിയാൽ മതി. അതെ. ഇവരൊക്കെ തന്നെ ഈ വീഡിയോൻ്റെ മുമ്പിലും ഇങ്ങനെ ഒന്നും വന്നിട്ട് ശീലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മളിങ്ങനൊരു പ്ലാറ്റ്ഫോം വഴി ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വന്നോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ ഫോട്ടോ വെച്ചൊരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നതും ഒരു വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വീട് വരച്ചെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വഴി നോക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കുകയൊന്നും ചെയ്യരുത്. പരിപൂർണമായിട്ട് ഓക്കെ ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നമുക്ക് നടത്തണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പലരും പല സ്ഥലത്തുനിന്നും വിളിക്കും. എല്ലാവരും പറ്റിയും നല്ലവരും അന്വേഷിക്കണം. വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ അന്വേഷിച്ച് ചെയ്യണം. ആങ്ങളമാരൊക്കെ ഉണ്ട്, പോലെ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് നിങ്ങൾക്ക് ആലോചനകൾ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല ആലോചന വരട്ടെ. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. ഓക്കെ.